ചേട്ടാ സുചേട്ടാ, നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ? ബന്ധുക്കളെന്ന് വെച്ചാൽ ആക്ച്വലി ബന്ധുക്കളൊന്നും അല്ല, ഒരു സൗഹൃദം, നല്ലൊരു സൗഹൃദം. ഇല്ല, അങ്ങനെ ഒരു സംഭവം എനിക്ക് അറിയില്ല. ഇല്ല, ഉറപ്പിച്ചു പറയാണ്. ഇല്ല, ഞാൻ അങ്ങനെ ഒരു സംഭവം എനിക്ക് അറിയില്ല. പാസ്റ്ററിനല്ല, അല്ലാതെ മറ്റാരെങ്കിലും വിവാഹം കഴിച്ചിരുന്നോ? വിവാഹം കഴിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലിവിംഗ് ടുഗദർ കോൺസെപ്റ്റിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ഒരു ബന്ധം ഉണ്ടായിട്ടുണ്ടോ? അതല്ല ഞാൻ പറഞ്ഞു, എന്നെ വിവാഹം കഴിച്ച സുചേട്ടൻ മാത്രമാണ്. അത് ഓക്കെ. എല്ലാവർക്കും നമ്മുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം കിട്ടുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രേണുസുതി തന്നെയാണ്. കാര്യം വെച്ചാൽ രേണുസുതിയുടെ ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വരുന്നില്ല കേട്ടോ, കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പുള്ളിക്കാരി. പക്ഷേ ഒന്നും അങ്ങോട്ട് ക്ലിക്ക് ആകുന്നില്ല. എന്നാന്ന് എനിക്കറിയാൻ പറ്റില്ല, ഒന്നും അങ്ങോട്ട് സെറ്റ് ആകുന്നില്ല. പുള്ളിക്കാരി ഋതപ്പനെ വെച്ചിറക്കുന്നുണ്ട്, സുതിയെ വെച്ചിറക്കുന്നുണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇറക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നും അങ്ങോട്ട് രേണു പറഞ്ഞില്ലേ, എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് എന്ന് പറയുന്നത് എന്നാന്നറിയില്ല, ഒന്നും അങ്ങോട്ട് ക്ലിക്ക് ആകുന്നില്ല. അപ്പം ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്ത് ഞാൻ നല്ല രീതിക്ക് ഒരു കാര്യം പറഞ്ഞാണ് കേട്ടോ. ഞാൻ ജിജി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അതിന് കമൻറ്റ് വരുന്നുണ്ട് ഓരോരുത്തർ, പാവം ജീവിച്ചോട്ടെ, മക്കളെ വളർത്താനല്ലേ, എന്നൊക്കെ കമൻറ്റുകളാണ് വരുന്നതെന്ന് അറിയാം. അങ്ങ് ഭയങ്കര സഹതാപ സിമ്പതിയൊക്കെയാണ് ആൾക്കാർക്ക്. എനിക്കൊരു ശകലം പോലും സഹതാപ സിമ്പതി ഇല്ലാത്തൊരു വ്യക്തിയാണിത്. കാര്യം പുള്ളിക്കാരിക്ക് പ്രത്യേകിച്ച് അംഗവൈകല്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയായിട്ടുള്ള മറ്റ് അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ സഹതപിക്കേണ്ട യാതൊരു കാര്യമില്ല. കുറച്ച് കുന്തളിപ്പ് മാത്രം കൂടുതലായിട്ടുണ്ട്, അതിന് സഹതപിക്കേണ്ട കാര്യമില്ല. അപ്പം നിങ്ങൾ ഓരോരുത്തരും ഓരോ അഭിപ്രായം, ഇവരെ സപ്പോർട്ട് ചെയ്ത് വരുന്നവരോട് ഞാൻ വീണ്ടും പറയുന്നു, ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഈ വീഡിയോ കാണാതിരിക്കുന്നതാണ് നല്ലത്. എന്നാത്തിന് കാണുവാണ്, നിങ്ങൾക്കൊന്നും തല കയറാൻ പോകുന്നില്ല ഒരു കാര്യവും. പിന്നെ നിങ്ങൾ എന്നാത്തിനാണ് നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കുക? എനിക്ക് കുറച്ച് കമൻറ്റ് ഇടുക, എനിക്ക് തിരിച്ച് നല്ല റിപ്ലൈ അങ്ങോട്ട് കിട്ടുകയും ചെയ്യുന്നുണ്ട്. വെറുതെ എന്നതിനാണ് ഇങ്ങനെ വന്നിരുന്നതൊക്കെ. ഇനി അതല്ല, പുള്ളിക്കാരിയെ സപ്പോർട്ട് ചെയ്യുന്നതിനാണ്, പുള്ളിക്കാരി വല്ലതും പറഞ്ഞിട്ട് ചെയ്യുന്നതാണെങ്കിൽ ഓക്കെ, കിട്ടുന്നത് മേടിച്ചുകൊണ്ട് പോകും. അത്രേ പറയാനുള്ളൂ. കാര്യം എന്നാന്ന് വെച്ചാൽ ഈ സപ്പോർട്ട് ചെയ്യാൻ വരുന്നവർ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, നമുക്ക് ഒന്നും മനസ്സിലാകുന്നില്ല സത്യം പറഞ്ഞാൽ. ഒരു പുള്ളിക്കാരി ഒന്നിച്ച് പറഞ്ഞു, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കണ്ടു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് തോന്നിയത് ഏത് സിനിമയെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ, ചില കല്യാണം മുടക്കി അമ്മാവന്മാരിരുന്ന് പറയുന്ന പോലെ തോന്നിയത്. അത് ഏത് സിനിമയിൽ ഏത് അമ്മാവനും എനിക്കറിയാൻ പറ്റില്ല. പുള്ളിക്കാരി ഇനി സ്വന്തമായിട്ട് പിടിച്ച പോലെ സിനിമ എങ്ങാനും ആയിരിക്കും. അതുകൊണ്ടായിരിക്കും അമ്മാവനും അമ്മായിയൊക്കെ, നമ്മളാരും കണ്ടിട്ടില്ല അങ്ങനത്തെ ഒന്നും കാര്യങ്ങളൊന്നും, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സുതിച്ചേട്ടനെ വെച്ചുള്ള ആ ഒരു ഇത് കാണാം. എല്ലാം തീർന്നു, വീണ്ടും സുതിച്ചേട്ടനെ പൊക്കിക്കൊണ്ട് വന്നു. സുതിച്ചേട്ടനെ ഒന്ന് ഒതുക്കി ഒരു മൂലയ്ക്കോട്ട് ഇരുത്തിയതായിരുന്നു. പക്ഷേ ഇപ്പം ഔട്ടായി തുടങ്ങിയപ്പോഴത്തേക്ക് വീണ്ടും സുതിച്ചേട്ടൻ തരംഗമായി തുടങ്ങുകയാണ്. പക്ഷേ എറിക്കുന്നില്ല കേട്ടോ. സുതിച്ചേട്ടൻ്റെ ഈ ഒരു ഫോട്ടോ വെച്ച് പുള്ളിക്കാരനെ ഇത് ഫേസ്ബുക്കിൽ ആരും എടുത്ത് പോസ്റ്റ് ചെയ്ത്, എൻ്റെ എന്നാ ചീത്തവിളിയാണോ എന്നറിയാം. ഭയങ്കര ചീത്തവിളിയാന്നേ. ഇതൊക്കെ എങ്ങനെ സഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഭയങ്കര ചീത്തവിളിയാണ്. ഇവരെ എടുത്തിട്ടങ്ങ് അലക്കിയേക്കുവാണ് അതിനകത്ത്. എന്നാണേലും എനിക്കൊന്ന് ഇവരിട്ടേക്കുന്നതിനകത്ത് കൊണ്ടെന്ന് തോന്നുന്നു ഒരുപാട് നെഗറ്റീവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് സുതിച്ചേട്ടോ ഒന്ന് കേൾക്കാം നമുക്ക്. ചേട്ടാ സുചേട്ടാ, നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ? നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പം അഡ്വാൻസ്ഡ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. ഇതൊരു പക്ഷേ ഇവർ മാന്യമായിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരുന്നെങ്കിലുണ്ടല്ലോ ഭയങ്കര സപ്പോർട്ടായിരുന്നു ഒരു പക്ഷേ. ഭർത്താവ് മരിച്ച ദിവസം ഓർമ്മയില്ല, മറ്റു കാര്യങ്ങളൊന്നും പുള്ളിക്കാരിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇത് പുള്ളിക്കാർ ഓർത്തെടുത്തിട്ടു വെഡിങ് ആനിവേഴ്സറി. ഇനി ആ ഒരു മാരേജ് സർട്ടിഫിക്കറ്റിനകത്ത് പറഞ്ഞ ഡേറ്റും ഇതൊക്കെ ആയിട്ട് തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ അറിയാം ഇതൊക്കെ തന്നെയാണോ ഡേറ്റ് എന്നുള്ളത്. പിന്നെ അതൊന്നും ആരും മെനക്കെടാൻ പോകുന്നില്ല. ചേച്ചി വന്നേച്ച് സത്യം പറഞ്ഞത് സുധി എന്നാ ആരോ ചോദിച്ചു, സുധി ജീവിച്ചിരുന്ന സമയത്ത് സുധിയെ പറ്റി നിങ്ങളാരും ഒന്നും, അവർ ജീവിച്ചിരുന്ന സമയത്ത് ഈ ഒരു മുതലിനെ കൊണ്ട് നമുക്ക് ശല്യമില്ലായിരുന്നു, അതുകൊണ്ടാണ് ആരും ഒന്നും ഉണ്ടായിരുന്നത്. അദ്ദേഹം അങ്ങനെ ജീവിച്ചിരുന്ന സമയത്ത് ഈ ഒരു മുതലിനെ കൊണ്ട് ആർക്കും ഒരു ശല്യമില്ലായിരുന്നു. ഇപ്പോൾ ഈ മുതലിനെ കൊണ്ടുള്ള ശല്യം സഹിക്കാൻ വയ്യാതാണ് എല്ലാവരും പ്രതികരിച്ചു തുടങ്ങുന്നത്, എല്ലാവരും റിയാക്ട് ചെയ്ത് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. വിധവയായിക്കോട്ടെ, ഇവരിനി എങ്ങനെ വേണമെങ്കിലും കിടന്ന് അഴിഞ്ഞടിക്കോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. പിന്നെ എല്ലാവരുടെ അടുത്തങ്ങ് സഹതാപം പിടിച്ചു പറ്റി ആ കിട്ടുന്നതിനെല്ലാം കുറ്റവും പറഞ്ഞ് നടക്കുന്നത് കണ്ടിട്ടാണ് എല്ലാവരും റിയാക്ട് ചെയ്ത് തുടങ്ങിയത്. പിന്നെ അഭിനയം എന്ന് പറയുന്നത് ഒരിക്കലും രേണു കാണിക്കുന്നതല്ല, അത് നിങ്ങൾ ഇനിയേലും മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാത്ത കുറേ ആൾക്കാരുണ്ട്. രേണുവിൻ്റെ വിചാരം അതുകൊണ്ട് തന്നെ അറിയാം, രേണു ഭയങ്കര നടിയാന്നുള്ള ഭാവത്തിലാണ്. രേണുവിൻ്റെ ആ ഒരു സ്റ്റൈലും നിപ്പ്, ഈ ലാസ്റ്റത്തെ ആ ഒരു ആൽബത്തിൻ്റെ ഷൂട്ട് കണ്ടാൽ നമുക്കറിയാം എന്തോ ഭയങ്കര ആ ഒന്നും വന്നേക്കുന്ന ആ പുള്ളിക്കാരൻ ഇവരുടെ കൂടെ മുമ്പ് ഏതോ റീൽ ചെയ്ത് പുള്ളിക്കാരനാണെങ്കിൽ അങ്ങേരോട് എത്ര ഇതായിട്ടാണ്, മോശമായിട്ടാണ് ഇവർ വന്ന സമയത്ത് ഇവരോട് ഇങ്ങനെ ആരെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ ഇവരെങ്ങനെ പ്രതികരിക്കുമായിരുന്നു? ഒന്നുമില്ല, ഒന്നും ഇവർക്ക് വെറും ഒരു ചവറ് സാധനം പോലത്തെ സ്വഭാവം ഉള്ളത്. പിന്നെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എടുക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം നമ്മുടെ രേണുവിൻ്റെ അസിസ്റ്റൻറ്റിനെ പറ്റി ഒരു കാര്യം പറയുന്നുണ്ട്. അതെന്നാ നമുക്കൊന്ന് നോക്കാവേ. ആ ഒരു അസിസ്റ്റൻറ്റ് ആരാ നിങ്ങൾക്കറിയണ്ടേ? അതിന് മുമ്പ് ഞാൻ അവരുടെ വീഡിയോസ് ഒന്ന് കാണിച്ചു തരാം. ഇവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ഇതാണ് പുള്ളിക്കാരുടെ കൂടെ നടന്നുകൊണ്ടിരുന്ന പുള്ളിക്കാരുടെ PA. അവളത് ഇഷ്ടപ്പെട്ടെടുത്തോ, അപ്പോഴാണ് ഞാനും എടുത്തോണ്ട് വരുന്നത്. അപ്പോൾ ഒരുപോലെ പറഞ്ഞിട്ടാ പിന്നെ കണ്ടാ തോന്നൂലേ പറഞ്ഞിട്ടല്ലാന്ന്.
ഇവരുടെ കൂടെ സ്ഥിരമായിട്ടുണ്ടായിരുന്നൊരു വ്യക്തിയായിരുന്നു കേട്ടോ. ഇവരെവിടെ പോയാലും ഇവരുടെ കൂടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് മറ്റേ ഷെബീന ബീബിയെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി രേണു ഒന്ന് പറയായിരുന്നു, എന്നെ എന്തെങ്കിലും പറഞ്ഞ് ഇവിടെ പറയുന്നവരെ വെച്ചേക്കായിരുന്നു. ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. താത്തേ, ഈ രേഷ്മ പിത്തങ്കച്ചന്റെ പുറ്റിച്ച് പറയുന്നല്ലോ, അതെ എന്റെ ഒഫീഷ്യൽ നെയിമാണ് രേഷ്മ പിത്തങ്കച്ചൻ. താത്തച്ചി ഒന്ന് അറിഞ്ഞേക്ക് കേട്ടോ. പിന്നെ രേണു സുധി എന്ന് പറയുന്ന എൻ്റെ ഒഫീഷ്യൽ പേരല്ല. രേണു സുധി എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മകൻ എൻ്റെ കുഞ്ഞിലെ ഇട്ട പേരാണ്. എൻ്റെ ഒറിജിനൽ പേര് രേണു എന്നാണ്. രേണു എന്നുള്ള പേരായിരുന്നു. അപ്പം ടീച്ചർ, എൻ്റെ അമ്മയുടെ ഫ്രണ്ട് ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, ക്ഷേമ ടീച്ചർ. അപ്പം എന്നെ 1ാം ക്ലാസ്സിൽ ചേർക്കാൻ നേരത്ത് ടീച്ചറിന് ഇഷ്ടപ്പെട്ട ഒരു പേരിട്ട് രേഷ്മ, അതാണ്. അല്ലാതെ അരിച്ചിച്ച് പേരൊന്നുമായിട്ട് നിങ്ങൾ കാണണ്ട, ഓക്കെ? അപ്പൊ ഇപ്പൊ ഈ കുറെ കമന്റ് വരില്ല, രേഷ്മ പിത്തങ്കച്ചൻ. എടോ മനുഷ്യരെ, എന്റെ പേര് തന്നെയാണ് രേഷ്മ പിത്തങ്കച്ചൻ. രേണു എന്നുള്ള രണ്ടും എന്റെ പേര് തന്നെയാണ്. പിടികിട്ടിയോ? ദിച്ചിച്ചൊന്നും അല്ല രേഷ്മ പിത്തങ്കച്ചൻ, മനസ്സിലായോ? അല്ല, ഇവരുടെയൊക്കെ വിചാരം ഞാൻ രേഷ്മ പിത്തങ്കച്ചൻ എന്ന് പറഞ്ഞാണ്ട് ഇച്ചിച്ചിക്കാര്യം. ഒരു ഇച്ചിച്ചിയല്ല, രേഷ്മയും രേണുവും ഞാൻ തന്നെയാണ്. ഞങ്ങൾക്ക് ഒരു ഇച്ചിച്ചാന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുമില്ല. ഇതാണ് മുതൽ കാര്യം. ആ സമയത്തൊക്കെ ഭയങ്കര ഡയലോഗടിയായിരുന്നു. കൂടെ ഈ രേണുവിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. കൂടെ തന്നെ നടന്ന് രേണുവിനെ ആരും ഒന്നും പറയാൻ സമ്മതിക്കത്തില്ല. അന്ന് ഇവർ ചേട്ടത്തി അനീതിയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് കാണാം. ഈ പറയുന്ന കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാണ് ഇവരിപ്പോൾ ഈ ഒരു പറയുന്ന കാര്യങ്ങൾ. ചേച്ചി എന്തെടുക്ക? ചുമ്മാ എന്നാടി ചേച്ചി ഈ അടുത്ത് ചേച്ചി കല്യാണം കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നല്ലോ, അതെന്താണ്? നിന്റെ അഭിപ്രായം എന്താ? ചേച്ചി കെട്ടണോ? ചേച്ചി പോയ നിറഞ്ഞ് ഇങ്ങനെ നിക്കാൻ പറ്റുമോ? ചേച്ചി കെട്ടിയല്ലേ എനിക്ക് കെട്ടാൻ പറ്റും. അത് കാണും. കല്യാണമൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമല്ലേ. പക്ഷെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വീട് തിരിച്ചു കൊടുക്കണോന്നൊക്കെയാണ് KHDC-ക്കാര് പറയുന്നത്. അതിന് ചേച്ചിക്കല്ലല്ലോ വീട്, എനിക്കാരും ഒന്നും രണ്ട് കൊച്ചുങ്ങൾക്കല്ലേ. ചേച്ചി കല്യാണം കഴിച്ച് അവിടെ നിൽക്കുന്നില്ലല്ലോ, ചേട്ടന്റെ വീട്ടിലല്ലേ ഉണ്ടാവുക. ഏത് ചേട്ടൻ? ഏതെങ്കിലും ഒരു ചേട്ടൻ അല്ലേ? അതത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഞാൻ കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചില്ലേലും നിങ്ങൾ ഇതൊന്നും തിരക്കേണ്ട കാര്യമില്ല. എനിക്കൊന്ന് കിച്ച് ഇവരുടെ അടുത്തൊന്ന് പോയി കഴിഞ്ഞുള്ള സമയത്തുള്ള വീഡിയോസ് ഒക്കെയാണ്. 2 കുഞ്ഞുങ്ങളെയും പൊന്നുപോലെ നോക്കും എന്നൊക്കെ പറയുന്ന ഡയലോഗ്. ആ ഡയലോഗ് അല്ലേ നിങ്ങളുടെ ശ്രദ്ധിക്കാൻ പറഞ്ഞത്. ചേച്ചി കെട്ടിയാലല്ലേ എനിക്ക് കെട്ടാൻ പറ്റുള്ളൂ എന്ന് പറയുന്നൊരു ഡയലോഗുണ്ട്. അതിന് വേണ്ടി പറഞ്ഞതാണ്. പിന്നെ ഇവർ രണ്ടും കൂടെ അഭിനയിച്ച കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു, വീഡിയോസ്, ഒരു ആൽബം ഉണ്ടായിരുന്നു. നമ്മൾ ചിരിച്ച് മണ്ണ് തപ്പിയൊരു കാര്യമാണ്. കാര്യം എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് വരുന്ന പോലീസ് വേഷം പുള്ളിക്കാരിക്കാണ്. ഇവരുടെ കൂടെ വരുന്നതുകൊണ്ട് കുറേ വേഷങ്ങളൊക്കെ ഇവർക്ക് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവർ കുറേ ഇതിനകത്തൊക്കെ അഭിനയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒന്നും അങ്ങനെ ഇതായിട്ട് കണ്ടിട്ടില്ല കേട്ടോ. ഇത് ഞാൻ ഇടയ്ക്ക് എപ്പോഴും ഒന്ന് കണ്ടായിരുന്നു. ബാക്കിയുള്ള ഒരു വേടനായിട്ടോ മലവേടനായിട്ടോ അങ്ങനെയായിട്ട് മൂപ്പത്തിയായിട്ടോ അങ്ങനെ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അതൊക്കെ എവിടെ എന്നാന്ന് പോലും നമ്മളാരും കണ്ടിട്ട് പോലുമില്ല. ഇങ്ങനെ കുറേ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു എപ്പോഴും. ഇങ്ങനൊരു സീന് ഈ ഒരു വീഡിയോയ്ക്ക് ഞാൻ കണ്ടില്ലായിരുന്നു. ഈ ഒരു സീൻ കണ്ടവരാരും ഇവരെ മറക്കാൻ സാധ്യതയില്ല. ഇപ്പം രേണു ഇതിനെപ്പറ്റി പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഇവരെന്ത് എന്ന് ചോദിക്കുന്നുണ്ട് രേണുവിനോട്. ഇപ്പൊ രേണു ഇത് ഇവരെവിടാന്നുള്ളത് പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കേട്ട് നോക്കാമേ. എനിക്ക് അസിസ്റ്റന്റ് ഉണ്ടായിരുന്നല്ലോ. ആ കുട്ടിക്ക് എന്തോ ഫാമിലിയിൽ പോകണം, അത്യാവശ്യം കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവള് പോയതാണ്. വേറെ അസിസ്റ്റന്റ് ഇങ്ങനെ ചോദിച്ചായിരുന്നു, രേണു സുധീർ അസിസ്റ്റന്റ് ആകാൻ താല്പര്യമുണ്ടെന്ന്. കുറെ സെലിബ്രിറ്റിയുടെ അസിസ്റ്റന്റ് ആയിട്ട് നിന്ന ഒരാളാണ്. വിളിയുന്നോണെല്ലാം പറയുമ്പോൾ അവിടെ നിൽക്കുന്നവരും ചിരിക്കുന്നുണ്ട് കേട്ടോ. അത് കേട്ടിട്ട് അവ കൂടെ ചിരി വരുന്നുണ്ട്. അപ്പം ഇതാണ് പുള്ളിയുടെ അസിസ്റ്റന്റ് എന്ന് പറയുന്ന സംഭവം. പുള്ളിക്കാരി ഇപ്പോൾ എവിടെയാണുള്ളതെന്ന് ചോദിച്ചാൽ, എന്നെ എടുക്കുമെന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ ഒരു വീഡിയോ കാണിക്കാം, അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പെണ്ണെ വീടില്ല, നിന്നെ കൊന്നാലും പെണ്ണെ വീടില്ല, എല്ലാ പെണ്ണെ വീടില്ല, ഒരിക്കലും വിടരുത്, വിടാതെ പിടിച്ചോടെ വെച്ചേക്കണം. ഇപ്പോൾ ഇവിടെയാണ് പുള്ളിക്കാരി ഉള്ളത്, ഇവരുടെ കൂടെയാണ് പുള്ളിക്കാരി ഉള്ളത്. പുള്ളിക്കാരി ഇവരുടെ കൂടെ ഓരോ റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് പോയി രേണുവിൻ്റെ കൂടെ പോകുന്നില്ല. ഇതിന് എന്തെങ്കിലും ഒരു കാരണം കാണാതിരിക്കത്തില്ല. ഇതെന്തെങ്കിലും നമുക്ക് അറിയാനും പറ്റും. കാര്യം എന്നാന്ന് വെച്ചാൽ എപ്പോഴും അത് അറിയാൻ പറ്റാതിരിക്കത്തില്ല. അപ്പം പുള്ളിക്കാരി എവിടെ ചോദിക്കുന്നുണ്ട്, രേണു ചേച്ചിയുടെ കൂടെ നടന്നതല്ലേ ഇപ്പം എന്നാ രേണുവിൻ്റെ കൂടെ നിൽക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അതിന് പുള്ളിക്കാരി പറയുന്ന മറുപടി നമുക്കൊന്ന് കേൾക്കാമേ. രേണു സുധീരുടെ കൂടെ കാണാറില്ലല്ലോ. ഇല്ല, ഇപ്പൊ എനിക്കൊരു മൂവി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കുറച്ച് തിരക്കായിട്ട് ഇപ്പൊ ചേച്ചിന്റെ കൂടെ അങ്ങനെ കാണാറില്ല. അതാണ് കാണാത്തത്. ഇതാണ് ഇവർ രേണുവിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ. രേണുവിൻ്റെ കൂടെ കാണാത്തതിൻ്റെ കാര്യം. ഇവർക്കൊരു മൂവി വന്നിട്ടുണ്ടായിരുന്നു, അതിനകത്ത് അഭിനയിക്കാൻ പോയതുകൊണ്ടാണ് രേണുവിൻ്റെ കൂടെ രേണു പറഞ്ഞ മറുപടി എന്നതായിരുന്നു. രേണു പറഞ്ഞ മറുപടി, അവർക്ക് അതിൻ്റെ ഇഷ്യൂസൊക്കെയാണ്, കുഞ്ഞുങ്ങളുണ്ട് ഫാമിലിയിൽ, അതുകൊണ്ട്. പക്ഷേ ഇവർ വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ള രീതിക്കല്ലേ, ചേച്ചി കെട്ടിയിട്ട് വേണം എനിക്ക് കെട്ടാനെന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. ഇനി അത് തമാശയായിട്ട് പറഞ്ഞാണോ നമുക്കറിയത്തില്ല. പക്ഷേ പുള്ളിക്കാരി പറയുന്നത് രേണു പറഞ്ഞ കാര്യമായിട്ട് യാതൊരു ബന്ധമില്ല. ഒരു മൂവിയിൽ ഒരു ഇതുണ്ടായിരുന്നു, അതിന് പോയി എന്നാണ്. പക്ഷേ ഇവരെ ഞാൻ അല്ലാതെ വേറെ എവിടെയോ വെച്ച് ഞാൻ കണ്ടായിരുന്നു. ഏതോ ഒരു നമ്മുടെ
ഈ ജീം പൂമ്പായോ അങ്ങനെ ഏതാണ്ട് അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടല്ലോ, ഈ ഓരോ സ്ഥലത്തൊക്കെ ചെന്ന് ഓരോരുത്തരോടും ഓരോ എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പൈസ എണ്ണാന്നും അല്ലെങ്കിൽ അത് ഇതെന്നൊക്കെ പറഞ്ഞുള്ളേ ഉബൈദൊക്കെ നടത്തുന്ന പോലത്തെ അത്രയും ഒരു ഇത് ചെയ്യുന്ന ആരും ഒരാൾ ഇവരെ കണ്ടപ്പോഴത്തേക്ക് അന്നേരം ഇവർ പറഞ്ഞ് മൂവിയിലൊക്കെ അഭിനയിക്കുന്നതെന്നൊക്കെ പറഞ്ഞു അന്നേരം ഇവരെ ഒരു കടപ്പുറത്ത് വെച്ച് ഇവരിങ്ങനെ കണ്ടായിരുന്നു. പിന്നെ ഞാൻ കാണുന്നത് അവരെ ഇങ്ങനെയാണ്, ഈ ഒരു ഇതിലൂടെയാണ് കാണുന്നത്. അപ്പോൾ ഇവരോട് തന്നെ ചോദിക്കുന്നുണ്ട്, രേണുവിൻ്റെ കസിനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതും കൂടെ നമുക്കൊന്ന് കേൾക്കാം. ബന്ധുക്കളെന്ന് വെച്ചാൽ ആക്ച്വലി ബന്ധുക്കളൊന്നും അല്ല, ഒരു സൗഹൃദം, നല്ലൊരു സൗഹൃദം. അത്രേ ഉള്ളൂ. കുറെ വർക്കുകൾ ഒരുമിച്ച് ചെയ്തു അല്ലേ? ആ ചെയ്തിട്ടുണ്ട്. ഇതാണ് അന്ന് എല്ലാവരും ചോദിച്ചായിരുന്നു, രേണുവിൻ്റെ കസിനാണോ ഈ പെണ്ണെന്ന് ചോദിച്ചായിരുന്നു. അന്ന് ഒന്നും ഒരു കൃത്യമായിട്ട് ഒരു മറുപടി പറയുന്നില്ലായിരുന്നു. പക്ഷേ രേണുവിൻ്റെ കസിനോ കാര്യങ്ങളോ ഒന്നുമല്ല, ഇവർ വെറും ഒരു സൗഹൃദം മാത്രമേ ഉള്ളൂ. കുറേ വർക്കുകളൊക്കെ കൂടെ ഒന്ന് ചെയ്തിട്ടുണ്ടെന്നുണ്ട്. ഇതിന് പിന്നിൽ എന്നിലുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. രേണു പറഞ്ഞ ആ ഒരു കള്ളത്തരം ഞാൻ പറഞ്ഞാണ്. ഇവരിപ്പോൾ വരാത്തതിൻ്റെ കാര്യം അവർ ഫാമിലിൻ്റെ ഇതായതുകൊണ്ട് പോയേക്കുന്നുണ്ടാണെന്ന് പറഞ്ഞത്. എന്നതോ ഉണ്ട്, ഇല്ലെങ്കിൽ ഇവർ ഇവരുടെ പാട് നോക്കി പോവുകയല്ലോ. എന്നതുകൊണ്ട് അതിനി എപ്പോഴേലും നമുക്ക് അറിയാൻ പറ്റും. ഇനി നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞത് അവരെങ്ങനെയും ജീവിക്കട്ടെ എന്ന് പറഞ്ഞു. അന്ന് എനിക്ക് ഒരുപാട് പേര് അതിനകത്ത് കമൻറ്റ് ഇട്ടായിരുന്നു, വിധവകളായിട്ടുള്ള ഒത്തിരിയും പേര് കമൻറ്റുകൾ ഇട്ടായിരുന്നു. കുഞ്ഞുങ്ങളെ വളർത്തിയെന്നും, ജോലി ചെയ്താണ് കുഞ്ഞുങ്ങളെ വളർത്തിയെന്നും, അതുപോലെ ഗർഭിണിയായിട്ടിരുന്ന സമയത്ത് ഹസ്ബൻഡ് മരിച്ചു പോയെന്നും അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെ എന്നിട്ട് വളർത്തിയത് നിങ്ങൾക്കൊക്കെ അങ്ങനെ ഒത്തിരി പേര് അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് ഒത്തിരി പേര് കമൻറ്റുകൾ ചെയ്തായിരുന്നു കേട്ടോ. ആ ഓരോ കമൻറ്റും വായിച്ചപ്പോൾ ഒരുപാട് വിഷമം തോന്നിയായിരുന്നു. കാര്യം അവരൊക്കെ അനുഭവിച്ച ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ അതൊക്കെയാണ് വിധവകളെന്ന് പറയുന്നത്. കഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങളെ വളർത്തി, അതൊക്കെയാണ് കഷ്ടപ്പാടെന്ന് പറയുന്നൊരു വിധവയുടെ. അല്ലാതെ രേണു പറയുന്ന ഒന്നുമല്ല കഷ്ടപ്പാടും കാര്യങ്ങളും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒന്നുമല്ല വിധവ എന്ന് പറയുന്നതും. അപ്പം ഈ സംസാരിക്കുന്ന ആളും ഒരു വിധവ തന്നെയാണ്. അവർ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടതിന് ശേഷം വേറെ കുറച്ച് കാര്യങ്ങളെ പറയാം. ഇന്നലെ ഞാൻ പിന്നെ രേഷ്മ പി തങ്കച്ചൻ്റെ മാനേജർ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. ഇന്ന് തിരിച്ച് ആ സ്ത്രീ എന്നെ തിരിച്ച് വിളിച്ചു. തിരിച്ച് വിളിച്ചിട്ട് ഞാൻ ഇന്ന ആളാന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു നിങ്ങളല്ലേ ഈ പറഞ്ഞ രേണുവിൻ്റെ മാനേജർ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അതേ. ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിൻ്റെ ബേസിലാണ് ഇവളുടെ മാനേജറായിരിക്കാൻ, എന്ത് ജോലിയിലാണ് ഇവൾ, എന്ത് ജോലി ചെയ്തിട്ടാണ് ഇവൾക്ക് മാനേജറായിട്ട് ഇരിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. അത് ഞാൻ വർക്കുകളൊക്കെ പിടിച്ചു കൊടുക്കും. ഞാൻ ചോദിച്ചു എന്ത് വർക്കുകളാണ് നിങ്ങൾ പിടിച്ചു കൊടുക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു നിങ്ങൾ ഈ ബാറിൽ ഇതുപോലുള്ള കുൽസിത പ്രവൃത്തികൾക്കല്ലേ നിങ്ങൾ ഈ അവൾക്ക് ഈ വർക്ക് പിടിച്ചു കൊടുക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. അതല്ല, അങ്ങനല്ല, അവൾക്ക് പിന്നെ ദുബായിലോ അവിടെ ഇവിടെയൊക്കെ ഉള്ള ഓരോ വർക്കുകൾ പിടിച്ചു കൊടുക്കുന്നത്. അവൾക്ക് ഒരു വിധവയല്ലേ, ആണ്, 2 പിള്ളേരുണ്ട്, പിള്ളേരെ വളർത്തണ്ടേന്ന്. ഞാൻ ചോദിച്ചു ഈ നാട്ടിലെല്ലാവരും വിധവകളുണ്ട്, ഞാനൊരു വിധവയാണ്. ഞങ്ങളാരും ഇതുപോലെ പൂക്കളും കാണിച്ചു, വയറും കാണിച്ചു, ബാറിൽ പോയി ഡാൻസും ചെയ്തു ഒന്നുമല്ല ഞങ്ങളാരും മക്കളെ വളർത്തി. അതിൽ അന്തസ്സായിട്ട് ജോലി ചെയ്താണ് മക്കളെ വളർത്തി. എനിക്കൊരു മോനുണ്ട്, മോനെ വളർത്തി പഠിപ്പിച്ചു നല്ല നിലയിലാക്കിയെന്ന് ഞാൻ പറഞ്ഞു. ഒന്നേ പറയാ അയ്യോ അവൾക്ക് അതിനുള്ള ഹെൽത്ത് ഭയങ്കര വീക്കാണ്, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് ഹെൽത്ത് ഇഷ്യൂ? ഇവൾക്ക് 3-4 ആണുങ്ങൾ ഇവളെ വട്ടം എടുത്തിട്ട് അങ്ങോട്ടെറിഞ്ഞു ഇങ്ങോട്ടെറിഞ്ഞു. ഈ ആണുങ്ങളുടെ ചുമലെ ചാരി നടക്കുന്നതിന്, ഈ ആണുങ്ങളുടെ കൂടെ പോയി ഫ്ലാറ്റ് ഷെയർ ചെയ്യുന്നതിനൊന്നും ഇവൾക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ ഇല്ല. ജോലി എടുത്ത് ജീവിക്കാൻ എന്താ ഈ ഇത്ര ഹെൽത്ത് ഇഷ്യൂ എന്ന് ചോദിച്ചു. അത് ആകെ ഒരു ചെറിയ ഒരു 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു പെണ്ണിൻ്റെ അത്ര, അതിന് ശരീരവും ഇല്ല, ഒന്നുമില്ല. ഞാൻ ചോദിച്ചു അങ്ങനെയൊക്കെ ഉള്ള ആളെ നിങ്ങൾ എന്തിനെ കൊണ്ട് നടക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. അവൾക്ക് ശരീരമില്ല, ഒന്നുമില്ല, പിന്നെ നിങ്ങൾ എന്തിനെ കൊണ്ട് നടക്കുന്നതെന്ന് ചോദിച്ചു. അത് 2 കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത്. ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യമാണ് ഇവരെല്ലാവരും പറയുന്നത്. ഞാൻ ചോദിച്ചു ഇവൾക്ക് ഫ്ലവേഴ്സിൽ നിന്ന് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു. ഇവൾ എന്തുകൊണ്ട് ആ ജോലി ചെയ്യുന്നില്ലെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അത് ഫ്ലവേഴ്സുകാർ ചുമ്മാ പറയുന്നത്, അവരിങ്ങനെ ചുമ്മാ ഓഫർ, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അവർ ഓഫർ ഇടുന്നതേ ഉള്ളൂ പറയുന്നത്. കിച്ചുവിനെ പഠിപ്പിക്കുന്ന കാര്യം അതൊക്കെ വെറുതെ അവർ പറയുന്നതാണെന്നാണ് പറയുന്നത് ഈ കരിഷ്മ പറഞ്ഞത്. ഞാൻ ചോദിച്ചു നിങ്ങൾ ഇവളെ കൊണ്ട് നടന്നു നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ക്ലീവേജ് കാണിക്കുമോ എന്ന് ചോദിച്ചു. നിങ്ങളുടെ വയറ് കാണിക്കുമോ, നിങ്ങൾ നിങ്ങളുടെ പൊക്കിൾ കാണിക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മകളുണ്ടെങ്കിൽ നിങ്ങളുടെ മകളെ നിങ്ങൾ സമ്മതിക്കുമോ, ഇതുപോലത്തെ പണി ചെയ്യാൻ സമ്മതിക്കുമോ എന്ന് ചോദിച്ചു. അത് എനിക്കതിനുള്ള കോൺഫിഡൻസ് ഇല്ല, എനിക്കതിനുള്ള കോൺഫിഡൻസ് ഒന്നുമില്ല. അവൾക്ക് ഈ പറഞ്ഞ രേണു എന്ന് പറഞ്ഞവൾക്ക് എന്തും ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞു. കോൺഫിഡൻസിനെ ഇവരെല്ലാം യൂട്ടിലൈസ് ചെയ്യുമല്ലേ അല്ലേ? അപ്പം ഇങ്ങനെയൊക്കെയാണ് ഒരു ഈ പെണ്ണിനുണ്ടല്ലോ, ഈ പെണ്ണ് സർവനാശത്തിലേക്കായി. ഇവരെന്തോ പരാതിയും കാര്യങ്ങളൊക്കെ ഇവർ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനെപ്പറ്റിയൊക്കെ അവർ പറയുന്നുണ്ട്. രേണുവിൻ്റെ ഇതായിട്ട് തന്നെയാണ് അവർ പരാതി കൊടുത്തിരിക്കുന്നത് കേട്ടല്ലോ. അവരൊരു വിധവയാണ്. പിന്നെ ഇതിനകത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കെപ്പില്ലാത്ത പെണ്ണാണ്, അതുകൊണ്ട് ഒരു 8ാം ക്ലാസ്സുകാർ എന്നുള്ള വലുപ്പമുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ടാണ് അവർ സഹായിക്കുന്നത്. പിന്നെ 2 കുഞ്ഞുങ്ങളെ വളർത്തണം, വിധവ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്കിപ്പോൾ കുറച്ച് വീഡിയോസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇവർക്ക് ആരോഗ്യത്തിന് എന്നേലും കുഴപ്പമുണ്ടോ നിങ്ങളൊന്ന് നോക്കിക്കേ, എന്നേലും പ്രശ്നമുണ്ടോ നോക്കി. ഒരു ആരോഗ്യപരമായിട്ട് എന്നേലും ഒരു പ്രശ്നമുള്ള ഒരു വ്യക്തിയാണോ ഈ കിടന്ന് ഈ കാണിക്കുന്നത്? ഇച്ചിരി നേരം മുന്നിൽ നിന്നോട് കൈ കാണിച്ചിട്ടിങ്ങനെ ഉള്ളൂ, ഇനി ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് ബാഗ് ഇട്ട് കുലുക്കാൻ തുടങ്ങും. ഇതൊക്കെയാണ് ഇവർക്ക് ശരീരത്തിന് ഏതെങ്കിലും ഒരു അവയവത്തിന് എന്നേലും കുഴപ്പമുണ്ടോ, അവയവം ഞാൻ ഉദ്ദേശിച്ച് കൈയും കാലും ഒക്കെയാണ് കേട്ടോ. കൈക്ക് എന്നേലും ഒരു കുഴപ്പമുണ്ടോ
നിങ്ങൾ നോക്കുക. ഇവർക്ക് എന്നാണ് കുഴപ്പമെന്ന് പറയുന്നത്? ഒരു കെപ്പില്ലാത്തതെന്ന് പറഞ്ഞാൽ എന്ത് കെപ്പില്ലാഴിയാണുള്ളത് ഒന്ന് പറ, നിങ്ങൾ പറ. എന്നേലും കുഴപ്പം ഓർക്കുണ്ട്. ഇവരുടെ കൈയും കാലും ഒക്കെ നല്ലപോലെ മടങ്ങി നൂരൊക്കെ ചെയ്യുന്നില്ലേ? ഒരു കുഴപ്പമില്ലാത്ത നല്ല ആരോഗ്യമുള്ളൊരു സ്ത്രീയാണ് ഇവർ. വലിയ വണ്ണമില്ലെന്ന് മാത്രമേ ഉള്ളൂ. വണ്ണമില്ലാത്തവർക്ക് രോഗങ്ങൾ കാണുകയാണെന്നാണ് ഡോക്ടേഴ്സ് തന്നെ പറയുന്നത്. അതുകൊണ്ട് ഇവർക്ക് ആരോഗ്യമില്ല. ഇവർക്ക് ഈ പറയുന്നവരല്ലേ ഇതൊന്ന് കാണാൻ നോക്ക്, കണ്ടോ കാണിക്കുന്നതൊക്കെ നോക്ക്. കൈ വിരലുകൾക്ക് പോലും മറ്റേ ഇവർ ചോദിക്കില്ലേ നിനക്ക് വിരലുകളുണ്ടോ എന്ന് ചോദിക്കുന്ന മാതിരി വിരലുകളുണ്ട്, എല്ലാമുണ്ട്, കൈകളുണ്ട്. പിന്നെ ഒരു കുഴപ്പമില്ല. ഇത് ഫിറ്റിംഗ് ഒക്കെ ഒന്നും ഇല്ലെങ്കിലും തലമുടിയൊന്നും നേരത്തെ കുറേ കുറവുകളെല്ലാം അവർ കുറേ ഫിറ്റിങ്ങിലൂടെ കൊണ്ടുവന്നായിരുന്നു. കുറേ മുടിയെ അതിനൊക്കെ കുറേ പൈസ അവർ വെറുതെ കളഞ്ഞു. ഒരു നിവൃത്തിയില്ലാത്തവർ കാണിക്കുന്ന പരിപാടിയാണ് അതൊക്കെ. മുടി വെച്ച് പിടിപ്പിക്കുക, പിന്നെ അത് കളയുക. അതൊക്കെ ഓരോ ഡാൻസും കണ്ടാൽ, ചില ഡാൻസൊക്കെ കണ്ടാൽ നമുക്കൂടെ ചിരി വരും. ഇത്രയും ഡാൻസ് നിങ്ങൾ കണ്ടതിൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പിന് മാറ്റം ഉണ്ടോ നിങ്ങൾ നോക്കണം കേട്ടോ. എല്ലാം ഒരേ സ്റ്റെപ്പുകൾ തന്നെ. ഇതൊക്കെ തന്നെയാണ് എപ്പോഴും കാണിക്കുന്നത്. ഇതൊക്കെ തന്നെ ഈ കൈയിടാം, ഈ ഒരു തുമ്പി തുള്ളുക എന്ന് പറയും. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതിന്, കൈയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കൈ കാണിക്കുന്നതിന് തുമ്പി തുള്ളുക എന്നാണ് പണ്ടൊക്കെ നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുള്ളത്. കൈയൊക്കെ എടുത്ത് ഇങ്ങനെ മേളിലോട്ടിട്ട് അത് കയ്യിൽ കുറച്ച് ചപ്പും ചവറും ഒക്കെ കാണും. എന്നില്ല ഈ തുമ്പയും ഒക്കെ ആയിട്ട് ഇങ്ങനെ കാണും. തുമ്പയും കമ്മ്യൂണിസ്റ്റിൻ്റെ ഇതൊക്കെയാണ് അവരിങ്ങനെ കൈയിട്ട് കുറേ ഇത്. പിന്നെ ചിലർ ഈ തെങ്ങും പൂക്കില്ല, കവുങ്ങിൻ്റെ പൂക്കില്ല, അത് കാണും. അതിനകത്ത് തുമ്പയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് തുള്ളി മറിയും. അതാണ് ഇപ്പോൾ രേണു കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡാൻസ് എന്ന് പറയുന്നത്. ഇവർക്ക് എന്നാണ് കുഴപ്പമെന്ന് പറയുന്നത്? കഴിഞ്ഞ ദിവസം ഒരു പുള്ളിക്കാരി എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് എനിക്കൊരു കുഴപ്പമുണ്ടെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എനിക്ക് നല്ല ആരോഗ്യമുള്ള സ്ത്രീയാണ്, നല്ല ആരോഗ്യമുള്ള സ്ത്രീയാണ് ഞാൻ. എനിക്ക് വയ്യ അല്ലെങ്കിൽ എനിക്ക് സഹായം ആരെങ്കിലും ചെയ്യുക എന്ന് പറഞ്ഞാൽ ആരുടെയും മുന്നിൽ കൈനീട്ടാൻ പോകുന്നില്ല. ഞാൻ എൻ്റെ വീട്ടിലെ ജോലിയെല്ലാം ചെയ്ത് വെച്ചാണ് ഈ ഒരു പരിപാടിക്ക് ഇരിക്കുന്നത്. ഒരുപാട് ജോലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഓരോ ദിവസം പല പല കാര്യങ്ങളായിരിക്കും. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വന്ന് വീഡിയോ എടുക്കാണ്ടിരിക്കുന്നത്. അല്ലാതെ എനിക്കൊരു കുഴപ്പമുണ്ടെന്ന് ഞാൻ ആരോടും പറഞ്ഞില്ല. ചിലരുടെ വർത്താനം കേട്ടാൽ തോന്നും എനിക്ക് അതെൻ്റെ വയ്യാന്ന് ഞാൻ ആരോടോട് പറഞ്ഞു. ഒരു കുഴപ്പമില്ല, നല്ല ആരോഗ്യമുള്ള സ്ത്രീ തന്നെയാണ് ഞാൻ. എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. അതിന് മുന്നേ എൻ്റെ ചാനൽ തുടങ്ങിയ സമയം തൊട്ട് ഞാൻ എൻ്റെ വീഡിയോസ് കാണിക്കുന്നുണ്ട്. അതിനകത്ത് ഞാൻ ഇങ്ങനെ ഒരിടത്ത് ഇരുന്നല്ല, എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പം എനിക്ക് അങ്ങനെ ആരോഗ്യക്കുറവുള്ള വ്യക്തിയൊന്നുമല്ല. എനിക്ക് അങ്ങനെ ഉണ്ടെന്ന് ആരും വിചാരിക്കുകയും വേണ്ട. നല്ല തടി ഉണ്ടെങ്കിൽ ആ തടിക്കനുസരിച്ച് ആരോഗ്യം എനിക്കുണ്ട്. പിന്നെ പുതിയൊരു കോലം കെട്ടലാണ് കേട്ടോ. രേണു വന്ന് പറഞ്ഞാലേ ഞാൻ നിക്കർ ഇടുകയുള്ളൂ, രേണു വന്ന് പറഞ്ഞാലേ ഞാൻ ഷർട്ട് ഇടുകയുള്ളൂ, രേണു വന്ന് പറഞ്ഞാലേ ഞാൻ എൻ്റെ പായിനെ തോളേന്ന് താഴെ ഇറക്കുകയുള്ളൂ, രേണു വന്ന് പറഞ്ഞാലേ ഞാൻ ഇങ്ങനെ കാണിക്കുള്ളൂ, അങ്ങനെ കാണിക്കുള്ളൂ എന്നും പറഞ്ഞ് കുറേ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇവർക്കൊക്കെ നാണമില്ലെന്ന് ഞാൻ ഓർക്കുന്നത്. എൻ്റേതാണ് നിങ്ങൾക്കൊക്കെ. ഈ നിങ്ങൾക്കൊരു ഷർട്ട് ഇടണമെങ്കിൽ രേണു പറയണോ? അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വ്യക്തിത്വവും കാര്യങ്ങളും ഒന്നും ഇല്ലേ തുണി കൊടുക്കുന്ന കാര്യത്തിൽ പോലും? അതുപോലെ തന്നെ ഒരു കോമാളിയുണ്ട്. ഇങ്ങനത്തെ നല്ലൊരു കലാകാരനൊക്കെയാണ്, പക്ഷേ എന്നെ കോമാളിത്തരാണ് കാണിക്കുന്നത് മൊത്തം. ഇതെന്തോ രേണുവായിട്ട് ലാസ്റ്റ് കയ്യൊപ്പം എന്തോ ആകാനുള്ള പരിപാടിക്കാണ് ഈ രേണു 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 എന്ന് പറഞ്ഞ് പുള്ളി നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാണേലും നമുക്കിന്ന് കാണാം. ഇത് രേണു എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഏട്ടാ പോയി തലമുടിയും വെട്ടിക്കോ, താടിയും താടിയും അല്ല ഏട്ടാ പോയി വെട്ടിക്കോളാൻ പറഞ്ഞു. ഇത് പറയുന്ന കേട്ടതൊന്ന് രേണുസുതി എൻ്റെ ബാർബറാണ്. ഇതൊന്ന് കണ്ടു നോക്ക് നിങ്ങളെ. രേണുസുതി കേൾക്കുവാണെങ്കിൽ രേണുസുതി കമന്റ് ഇട്ട അഭിലാഷാട്ടായും ഈ താടിയും മുടിയും വെട്ടും, അല്ലെങ്കിൽ വെട്ടില്ല. രേണുസുതി ഈ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇട്ട അഭിലാഷാട്ടയും ഈ താടി മുടിയും വെട്ടും. കമന്റ് ഇടുന്നവരെ ഈ താടി മുടി ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് രേണുസുതി വന്നൊരു കമന്റ് തന്നാൽ മാത്രമാണ്, അല്ലെങ്കിൽ അഭിലാഷാട്ടയും ഈ താടി മുടിയും ജീവിതത്തിൽ വെട്ടില്ല. ഇവനെ പോലെ കുറേ എണ്ണങ്ങളുണ്ട്. എനിക്കൊക്കെ എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവിനോട് ഇപ്പോൾ മുടി വളർന്നാൽ ഞാനാണ് വന്നേട്ട മുടി ഇച്ചിരി വളർന്ന് വെട്ട് എന്ന് പറയും. അതിന് പറയാം അന്ന് ശരി വളർന്ന് വെട്ട്. നമ്മൾ ഭാര്യമാരാണ് ഭർത്താക്കന്മാരോട് പറയുന്നത്. ഇവനൊക്കെ ഭാര്യമാരൊന്നും പറയണ്ട, ഇവളൊക്കെ പറഞ്ഞാൽ മതി മുടി വെട്ടാനും. ചിലർക്കൊക്കെ ഷർട്ട് ഇടണമെങ്കിലും വീട്ടിലുള്ളവരാരും പറയണ്ട. ഇതൊക്കെ എന്നാത്തിനാണ് ഈ കോലങ്ങൾ? ഒരാളങ്ങാണ്ട് ഒന്നിത് കാണിച്ച് ഇപ്പോൾ അതേ പിടിച്ച് ഇങ്ങനെ അങ്ങ് തുടങ്ങിയേക്കുവാ. രേണു വന്ന് കമൻറ്റ് ഇട്ടാലേ ഞാൻ കഴിക്കുകയുള്ളൂ എടുക്കുകയുള്ളൂ. അതിനെല്ലാം ചെന്ന് രേണു കമൻറ്റ് ഇടുന്നുണ്ട്. രേണുവിൻ്റെ ഐഡിയിൽ അതെടുത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നാണമില്ല. ഇനി ഇവരൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല, ഇതുപോലുള്ള ആൾക്കാരെ കൊണ്ടൊക്കെ. ഇനി മറ്റുള്ളവർ കളിയാക്കുന്നതാണോ എന്നും അറിയത്തില്ല. രേണുവിൻ്റെ ഡയലോഗ് കേട്ട് കഴിഞ്ഞാൽ രേണു തന്നെ ഭയങ്കര സംഭവമാണെന്നുള്ളതാണ്. കുറച്ച് നാൾ മുമ്പേ ഉള്ളൊരു വീഡിയോ ആണ്, ഒരു ഇൻ്റർവ്യൂ ആണ്. അത് ചുമ്മാ കാണുമ്പോഴത്തേക്ക് എനിക്കൊന്ന് ഇവിടെ ഒന്ന് പോസ്റ്റ് ചെയ്യണം നിർത്തി. കാര്യം ഈ പുള്ളിക്കാരിക്ക് ഒന്നിനും ഒരു നമ്മൾ കറക്റ്റായിട്ട് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് മറുപടിയില്ല. പുള്ളിക്കാരി ചക്കാന്ന് ചോദിച്ചാൽ മാങ്ങാന്ന് ഉത്തരം നൽകുന്നവരെ. കൊക്കെന്ന് പറഞ്ഞാൽ കാക്കാന്ന് പറയുന്ന സാധനമാണ്. അങ്ങനത്തെ ഒരു ഇതാണ്. അല്ലാതെ ഒന്ന് നമ്മളിപ്പോൾ കൊക്കെന്ന് പറഞ്ഞാൽ കൊക്കിനെ പറ്റിയല്ല പുള്ളിക്കാരി പറയുന്നത്, കാക്കയെപ്പറ്റി പുള്ളിക്കാരി പറയും. അതല്ല ചക്കയെപ്പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ പുള്ളിക്കാരുടെ മാങ്ങയെപ്പറ്റി പറയും. നമ്മൾ മാങ്ങയെപ്പറ്റി പറയുകയാണെങ്കിൽ പുള്ളിക്കാരി തേങ്ങയെപ്പറ്റി പറയും. നമ്മൾ ചോദിക്കുന്നൊരു വട്ടടിക്കും. പക്ഷേ നല്ലതായിട്ട് ചോദിക്കാൻ അറിയാവുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ അറിയാവുന്നവരുടെ മുന്നിൽ ഇവർ വെള്ളം കുടിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, കൃത്യമായിട്ട് താങ്കൾക്ക് മറുപടി പറയാനുള്ള ഒരു അവസരമാണ്. ഇനി അങ്ങനെ ഒരു ചോദ്യം വരരുത്. കാരണം ഈ അടുത്ത് ഞാനൊരു ഇന്റർവ്യൂ കണ്ടു. താങ്കൾ എന്താ പറയാ മാരേജിന്റെ സർട്ടിഫിക്കറ്റ് വരെ എടുത്ത് കാണിച്ചുകൊണ്ട് താങ്കളുടെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് വരെ കാണിച്ചുകൊണ്ട് താങ്കൾ കൃത്യമായിട്ട് പ്രതികരിച്ച ഒരാളാണ്. അപ്പോൾ ഇത്തരത്തിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ചോദ്യത്തിന് ഇങ്ങനെ ഒളിഞ്ഞും മറിഞ്ഞും ഒരു ഉത്തരം പറയാതെ കൃത്യമായിട്ട് ഒരു ഉത്തരം പറയാം എന്ന് പറയുന്ന ഒരാളെ ഞാൻ അങ്ങനെ ആരെയും ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചിട്ടില്ല. ഇല്ല. അപ്പം
ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ള സൂചേട്ടനെയാണ്. സൂചേട്ടനെ വിവാഹം കഴിച്ചിട്ടുള്ളൂ. എനിക്കറിയില്ല, അങ്ങനെയാണ് ഞാൻ കേട്ടത്. പാസ്റ്റർ എന്നാണ് ഞാൻ കേട്ടത്. ഒരു പാസ്റ്ററിനെ ഞാൻ വിവാഹം കഴിച്ചിരുന്നോ? എനിക്കറിയില്ല. ഇല്ല, അങ്ങനെ ഒരു സംഭവം എനിക്കറിയില്ല. ഇല്ല, ഉറപ്പിച്ചു പറയാണ്. ഇല്ല, ഞാൻ അങ്ങനെ ഒരു സംഭവം എനിക്ക് അറിയില്ല. പാസ്റ്ററിനല്ല, അല്ലാതെ മറ്റാരെങ്കിലും വിവാഹം കഴിച്ചിരുന്നോ? വിവാഹം കഴിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലിവിംഗ് ടുഗദർ കോൺസെപ്റ്റിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലൊരു ബന്ധം ഉണ്ടായിട്ടുണ്ടോ? അതല്ല ഞാൻ പറഞ്ഞു, എന്നെ വിവാഹം കഴിച്ച സൂചേട്ടൻ മാത്രമാണ്. അത് ഓക്കെ, അത് ഒറ്റ കൺക്ലൂഷനിൽ അതൊരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടി. അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. കേട്ടല്ലോ, ആദ്യ സമയത്ത് ഇവർ മറ്റൊരു വിവാഹം കഴിച്ചു എന്നുള്ളത് വന്നപ്പോഴത്തേക്ക് ഇവരോട് ചോദിച്ച സമയത്ത് ഇവർ കൊടുത്ത ഉത്തരമാണ്. നീ കേൾക്കുന്നവർക്ക് തന്നെ ഭ്രാന്തെടുക്കത്തില്ലേ? പുള്ളിക്കായിട്ട് ചോദിക്കുന്നതിന് എന്നെ ചോദിച്ചു തന്നെ പറയും സൂചന എന്നെ കല്യാണം കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ പിന്നെ മറ്റവൻ്റെ കൂടെ എന്നതായിരുന്നു ബന്ധം, എന്തായിരുന്നു സംഭവം, അത് ചോദിക്കാൻ പറയുന്നുണ്ട്. അത് എനിക്കറിയത്തില്ല. സൂചന എന്നെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഈ സുധി ഒരു കലാകാരനല്ലായിരുന്നെങ്കിൽ ഈ പുള്ളിക്കാരി ഇത് പറയുമായിരുന്നു? ഒരിക്കലും പറയല. പുള്ളിക്കാരൻ്റെ പേര് വെച്ച് ആ സമയത്ത് മുതലെടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളായിരുന്നു. ആ മുതലെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വീഡിയോ ആണ്. കാര്യം ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ എടുത്ത് ഇടാനുള്ള കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസം കുറേ പേര് സപ്പോർട്ട് ചെയ്ത് വരുന്നവരെ കണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ഇടയ്ക്ക് തോണ്ടിയെടുത്ത് കാണിച്ചാലേ ഇവരൊക്കെ ഒന്ന് പഞ്ചപുച്ച അടയ്ക്കൊന്ന് ഇരിക്കത്തുള്ളൂ. നിങ്ങൾ വന്ന് കമൻറ്റ് ഇടുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അതിനൊക്കെ ഒരു നേരും നെറിയും വേണം. ഇവരെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത് പറഞ്ഞാൽ നിങ്ങളൊക്കെ തന്നെയാണ് റിയാക്ട് ചെയ്യിപ്പിക്കുന്നത്. നിങ്ങളൊക്കെ ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇടുമ്പോഴത്തേക്ക് വീണ്ടും ഇവരെടുത്ത് റിയാക്ട് ചെയ്യാൻ തോന്നും. ഈ കമൻറ്റ് ഇടുന്നവർ മൊത്തം ഇവരുടെ ശത്രു അതേ പറയത്തുള്ളൂ. കാര്യം ചെയ്ത് വേണ്ട, നമുക്ക് അടുത്ത കണ്ടന്റ് എടുക്കാം എന്ന് പറഞ്ഞ് പോയാലും നിങ്ങളാരും സമ്മതിക്കുകയില്ല. നിങ്ങൾ വീണ്ടും വന്ന് ചോരുന്നു. അപ്പോൾ പിന്നെ തെളിവ് സഹിതം പിന്നെ ഓരോന്ന് കൊണ്ടുവരും. അപ്പോൾ വീണ്ടും രേണുവിനെ തന്നെ എടുത്ത് റിയാക്ട് ചെയ്യേണ്ടി വരും. അത്ര തന്നെ. എന്നെയാണേലും ഇതിനകത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഒന്ന് പറഞ്ഞു. ഞാൻ ചെന്നൈയിൽ ഈ പുള്ളിക്കാരി ഈ പറഞ്ഞ കാര്യം ഒന്ന് എടുത്തിടണമെന്ന് ഓർത്താണ്. ഇവരുടെ പേര് എന്നാന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇവരുടെ കൂടെ നടക്കുന്ന ഈ പുള്ളിക്കാരിയുടെ ഞാനത് പേര് എന്നാന്ന് എനിക്കിതുവരെ അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അവരുടെ പേര് പറയാത്തത്. പേര് എന്നാണെന്ന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇവരുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ. എനിക്കറിയില്ല. എന്നാലും മറ്റൊരു വീഡിയോയുടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ കേട്ടോ. അപ്പം എല്ലാവരും സബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോയുടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.